പിന്നീടത് ബുദ്ധമതത്തിൻ്റെ കയ്യിലായി. ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അടിസ്ഥാന ചരിത്രം മുഴുവൻ ബരോബുദൂർ ക്ഷേത്രത്തിൽ കുത്തിവെച്ചിരിക്കുകയാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിഴക്കോട്ട് പോയാൽ അവിടെ പ്രസിദ്ധമായ ഫിജി എന്ന ദ്വീപസമൂഹമാണ്. ഫിജി ഹിന്ദുമത ഭൂരിപക്ഷ രാജ്യമാണ്. ഫിജി അവിടെ പ്രധാനമന്ത്രി തന്നെ മുഖർജിയായിരുന്നു. ഫിജിയിലെ ഒരു ദ്വീപിൻ്റെ പേര് രമണക ദ്വീപ് എന്നാണ്. അവിടുത്തെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കാളിയന്മാരാണ്, ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനാനദി തീരത്ത് നിന്ന് ഓടിച്ചാണ് ഞങ്ങളിവിടും താമസിച്ചാണെന്നവർ പറയുന്നത്. ഈ കാളിയന്മാർ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ ഭാഗവതത്തിൻ്റെ 10-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നു, കാളിന്തി നദിയെ വിഷലിപ്തമാക്കിയ കാളിയനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഒരാൽമരത്തിൽ നിന്നെടുത്ത് എൻ്റെ തലയിലോട്ട് ചാടിക്കൊടുത്തു. ചവിട്ടി അവനെ മെതിച്ച് ശരിയാക്കി. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഭാര്യമാരൊന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ. കാളിയന് 4 മക്കളുണ്ടായിരുന്നു. അവന്മാർ 4 കൂടെ ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ കൊല്ലാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ നീ ഇനി ഈ കാളിന്തി നദി വിഷലിപ്തമാക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് നീ കടൽ കടന്ന് രമണക ദ്വീപിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. ഭാഗവതം വായിച്ചിട്ട് നമ്മൾ റിയൽ രമണക ദ്വീപിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മനുഷ്യർ പറയുന്നു അവർ കാളിയന്മാരാണ്, അവരെ കാളിന്തി നദി തീരത്തു നിന്ന് ഓടിച്ചാണെന്നാണ് പറയുന്നത്. എന്തൊരത്ഭുതം ഫിജിയിലെ കാളിയന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ. ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പം അവിടെ മവോറികൾ എന്നൊരു ജനവിഭാഗമുണ്ട്. അവർക്കൊരു പുണ്യക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനകത്തൊരു മണിയുണ്ട്, ആരും അവർ കാണിക്കില്ലായിരുന്നു. പക്ഷേ ഒരു 30 വർഷത്തിന് മുമ്പ് ആ ക്ഷേത്രത്തിന് മുകളിൽ ഇടിവെട്ടി റിപ്പയർ ചെയ്യാൻ കയറിയവർ ഈ മണിയെടുത്ത് പരിശോധിച്ചു. മണിക്കകത്ത് പരമശിവൻ്റെ പേര് തമിഴ് വട്ടെഴുത്തിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. അവന്മാർ ശൈവാരാധനക്കാർ ഇവിടുന്ന് പോയവന്മാരാണ് ഈ മവോറീസ്. അവരെ പോട്ടോ ഓസ്ലോയിഡ്സ് എന്നാണ് വിളിക്കുന്നവരെ. ഓസ്ട്രിക് ഗോത്രക്കാരാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ഓസ്ട്രിക് ഗോത്രക്കാരാണ് ഈ മവോറീസ്. അതുകൊണ്ടാണ് അവർ പോട്ടോ ഓസ്ലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓസ്ട്രിക് ഗോത്രക്കാരാണ് ഗംഗാനദിക്ക് പേരിട്ടത് ഗംഗ. ഓസ്ട്രിക് ഭാഷയിലെ നദിയുടെ പേരാണ്. അവരങ്ങ് വിയറ്റ്നാമിൽ ചെന്നപ്പോൾ മെക്കോങ്, ഗംഗ എന്നുള്ളത് അവിടെ ചെന്ന മെക്കോങ് ആയി. ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ ഒരു നദി ഒഴുകി അതേ ദിശയിൽ തിരിച്ചു വന്നാൽ ഗുളാഗോങ് എന്ന് പറയും. ഇതാണ് ഗോങ് എന്നുള്ളത് ഓസ്ട്രിക് ഭാഷയിലെ നദിയുടെ പേരാണ്. ഗംഗാനദിയുടെ പേര് വന്നതും അങ്ങനെയാണ്. ഇപ്പം സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ. ഇപ്പം ഗംഗ ഒഴുകുന്ന അർത്ഥത്തിലാണ് പേര് എന്നൊക്കെ നമ്മൾ പറയും, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും പസഫിക് സമുദ്രവും ഒക്കെ പരന്ന് കിടന്ന വിശാലമായ ഒന്നാണ് സനാതനധർമ്മം. 46 രാജ്യങ്ങളിൽ പരന്ന് കിടന്ന വിശാലമായ ഒരു സംസ്കാരം, 7000 കൊല്ലം പഴക്കമുള്ള ഒരു സംസ്കാരം. ആ ചരിത്രം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടുത്തെ ധർമ്മശാസ്ത്ര സ്ഥലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, 7000 കൊല്ലം പഴക്കമുള്ള 46 രാജ്യങ്ങളിൽ പരന്ന് കിടക്കുന്ന ഒരു ക്ഷേത്ര ശൃംഖലയുടെ ഭാഗമാണ് ഈ ക്ഷേത്രം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ തൊഴാൻ. നമ്മുടെ സംസ്കാരം 700 വർഷത്തിന് മുമ്പ് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. ഒരു 500 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു, പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ചു. 700 കൊല്ലം വിദേശാതിൽപ്പെട്ട ശേഷം സനാതനധർമ്മം സടവൊന്ന് എഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ അങ്ങനൊരു സംഭവമില്ല. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരം കീഴടക്കിയാൽ 300 കൊല്ലം കഴിഞ്ഞാൽ ആ ഒറിജിനൽ സംസ്കാരത്തിൻ്റെ പൊടി ബാക്കി ഉണ്ടായിട്ടില്ല. സുമേരിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ബാബിലോണിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, അസീറിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ഈജിപ്ഷ്യൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ഗ്രീക്ക് സംസ്കാരം രക്ഷപ്പെട്ടില്ല, റോമൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, പേർഷ്യൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, സിന്ധു നദിയുടെ സംസ്കാരവും രക്ഷപ്പെട്ടില്ല. പക്ഷേ ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 700 വർഷം വിദേശത്തിൽപ്പെട്ട ഇന്ത്യ സനാതനധർമ്മം സടകൂടെ എഴുന്നേറ്റ് 947 നമ്മൾ സ്വതന്ത്രരായി. ഇന്ന് സനാതനധർമ്മ വിശ്വാസികൾ ലോകം മുഴുവൻ പടർന്ന് 3.5 കോടി ജനങ്ങളുള്ള ഒരത്ഭുത സമൂഹമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം അമേരിക്കയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് ആരാണ്? കമല ഹാരിസ്.
തമിഴ്നാട്ടിലൊരു ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച മകളാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ്. ബിഡന് നാളെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ബിഡൻ ചത്താൽ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഹിന്ദു സ്ത്രീയാണ്. ബ്രിട്ടീഷുകാരനിവിടെ 200 കൊല്ലം ഭരിച്ച് ഇപ്പം അവനെ ഭരിക്കുന്ന ആരാന്നറിയാമോ? ഒരു ഹിന്ദു അഗ്നിയെ ആരാധിക്കുന്ന 6 മണിയാകുമ്പോൾ വിളക്ക് കത്തിച്ച് രാമരാമ രാമരാമ പാഹിമ പാടുന്ന ഋഷിപ്രോക്ത പരമ്പരയുടെ പേരുള്ള ഋഷി സുനാക് നമ്മളെ 200 കൊല്ലം പഠിച്ച ബ്രിട്ടീഷുകാരനിപ്പോൾ ഭരിക്കുക. മൊറീഷ്യസ് ചെല്ലുമ്പോൾ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഹിന്ദുക്കളാണ്. സിംഗപ്പൂർ ചെല്ലുമ്പോൾ അതിനെ ശക്തമായ രാഷ്ട്രമാക്കിയ ആൾ ലീ ക്വാൻ യു ആണ്. ലീ ക്വാൻ യുവിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? രാജൻ ദേവൻ നായർ. പാറശാലയിൽ നിന്ന് നാഗർകോവിലിന് പോകുന്ന വഴിക്ക് വീടുള്ള ആളാണ് ഈ രാജൻ ദേവൻ നായർ. ഈ നായരായിരുന്നു സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ്. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് ആരാണ്? മധുരക്കാരനായ ധർമ്മലിംഗം, ഹിന്ദുവാണ് സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ചെന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലാമിക രാഷ്ട്രമാണ്. ഫോറിൻ മിനിസ്റ്റർ ആരാണ്? സരസ്വതി, ഒരു ബ്രാഹ്മണ സ്ത്രീ ആണ് ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ. ഫിജി ചെന്നാൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യം, അവിടെ ഒരു ഹിന്ദു ആയിരുന്നു അവരുടെ പ്രധാനമന്ത്രി. നിങ്ങൾ അതുവഴി ന്യൂസിലൻഡിൽ ചെന്നാൽ ന്യൂസിലൻഡ് ഫോറിൻ മിനിസ്റ്റർ ആരാണ്? പ്രിയങ്ക നായർ. എറണാകുളത്തുകാരി നായർ സ്ത്രീയാണ് ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ. വേൾഡ് ബാങ്കിൽ ചെന്നാൽ ചെയർമാൻ സനാതന വിശ്വാസിയാണ്. IMF പോയ ചെയർമാൻ ഹിന്ദുമത വിശ്വാസിയാണ്. സിലിക്കോൺ വാലി പോയ 40% ശാസ്ത്രജ്ഞന്മാർ സനാതന വിശ്വാസികളാണ്. നാസയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ പോയാൽ 30% ശാസ്ത്രജ്ഞന്മാർ സനാതന വിശ്വാസികളാണ്. ഗൂഗിളിൻ്റെ ചെയർമാൻ ആരാണ്? സുന്ദർ പിച്ച, നാഗർകോവിലുകാരൻ ഡെപ്യൂട്ടി എഞ്ചിനീയറുടെ മോൻ സുന്ദർ പിച്ച. ഒരു ദിവസം 1 കോടി രൂപ ശമ്പളം, 1 crore per day. ഹിന്ദുവാണ് സുന്ദർ പിച്ച. ലോകത്തിലെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ഹിന്ദുക്കൾ എത്തിയിരിക്കുന്നു. കാനഡയിൽ ഒരു മന്ത്രി ഹിന്ദുവാണ്, 5 MP ഹിന്ദുക്കളാണ്. അടുത്ത കാലം വരെ ബ്രിട്ടനിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു. 13 രാഷ്ട്രങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ രണ്ടും കൂടിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ ഇന്ന് ഹിന്ദുക്കളാണ്. 13 രാജ്യങ്ങൾ. ഇവിടെയാണ് സനാതനം എത്തി നിൽക്കിയിരിക്കുന്നത്. അപ്പോൾ കല്ലുമലയും മാവേലിക്കരയും മാത്രം നിങ്ങൾ ചിന്തിച്ചു കളയരുത്. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന വലിയ സനാതന ധർമ്മത്തിൻ്റെ ശൃംഖലയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിവിടെ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം ബാംഗ്ലൂരിലെ വലിയ ക്ഷേത്രം, ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ബോംബെയിലൊരു വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പാറ്റ്നയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ 400ഓളം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമുണ്ട്. കെനിയയിലുണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രം, അമേരിക്കയിലെ ടെക്സാസിലുണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ശബരിമലയുടെ മടിത്തട്ടിൽ മാത്രം ഉള്ളതെന്നാണ് ഈ ധർമ്മശാസ്ത്ര എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായി കളയരുത്. ലോകത്തിലെ 400 സ്ഥലങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അതിൽ കേരളത്തിന് പുറത്തുള്ള 5ഓളം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ലോകമെങ്ങും പരന്നു കിടക്കുന്ന ധർമ്മശാസ്ത്ര വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് കല്ലുമലയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ തൊഴാൻ. അതുകൊണ്ടാണ് വിശാലമായ 46 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന 7000 കൊല്ലം പഴക്കമുള്ള വിശാലമായ സംസ്കാരത്തിൻ്റെ കണ്ണിയായതിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തനും സന്തോഷം കൊണ്ട് നിറയേണ്ടതാണ്. രണ്ടാമതായി, നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. എന്താണ് ഈ ക്ഷേത്രം? ആ ക്ഷേത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകം എന്താണ്? കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. വളരെ പ്രത്യേകതയോടുകൂടി ക്ഷേത്രം 4 ചരിത്രപരമായ ഘട്ടം കടന്നാണ് ക്ഷേത്രം ഉണ്ടായത്. ആദ്യം ഉണ്ടായത് കാവുകളായിരുന്നു. കാവ്